സെഗിയുടെ പുതിയ സിനിമ ക്യാൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുകയാണ്. ലാസ്റ്റ് ആകുമ്പോൾ ഇന്റർവ്യൂവർ ചോദിക്കും, ഇത്രയും നാൾ കൂടെ അഭിനയിച്ചതിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ആക്ടറുടെ പേര് പറയാമോ എന്ന്. കുറച്ചു നേരം ആലോചിച്ചിട്ട് യൂറിയുടെ പേരാണ് സെഗി പറയുന്നത്. യൂറി ഇപ്പൊ ആക്റ്റീവ് അല്ല. ആൾക്കാരെ അവളെ തിരിച്ചറിയാതിരിക്കാനായിട്ട് മുഖവും തലയെല്ലാം മറിച്ച് റോഡിൽ കൂടെ നടക്കുകയാണ് യൂറി ആ സമയത്ത്. ആരെങ്കിലും അറിയാതെ തട്ടിപ്പോയി അന്നേരം തിരിഞ്ഞു നിന്ന് സോറിയൊക്കെ പറയുന്നുണ്ട്. അവളുടെ സ്വഭാവത്തിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ അവള് ആക്ട് ചെയ്യുന്നത്. അവൾക്ക് ആകെ പേടിയായി പോയിട്ടുണ്ട്. അന്നത്തെ സെഗിയുടെ ഭീഷണി അവളെ വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സെറയുടെ എയർലൈൻസിന്റെ മോഡലായിട്ട് സെഗി അപ്പോയിന്റ് ചെയ്യാനായിട്ട് അവൾ വരും. പക്ഷെ അന്നേരത്തേക്ക് ഡോജ ഇവിടെ വന്നിട്ട് എന്റെ മോഡലാണ്, ഞങ്ങൾ ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് പറയും. ഇത് കേട്ടോണ്ടാണ് മൂമി അവിടെയൊക്കെ വരുന്നത്. രണ്ടുപേരും പ്രോപ്പറായിട്ട് എൻ്റെ അടുത്ത് ഒരു പ്രൊപ്പോസൽ കൊണ്ടുപോകാം, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഏതെടുക്കണമെന്ന് പറഞ്ഞിട്ട് സെഗിയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകും. ജൂഹാൻ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയി. ഡോജയുടെ പണിയും കൂടി അവൻ ഇപ്പോൾ ജൂഹാനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. ജൂഹാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോജെ സെഗിയെ പറ്റിയുള്ള ന്യൂസ് വായിക്കുകയും സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് നോക്കുകയൊക്കെ ചെയ്യുവാണ്. എന്നിട്ട് അതൊക്കെ വായിച്ച് ജൂഹാനെ കേൾപ്പിക്കുകയും ചെയ്യും. അവന് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവസാനം ഭീഷണിപ്പെടുത്തേണ്ടി വരും അവന്, ഞാനിത് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമെന്ന്. പുതിയ സിനിമയുടെ പ്രസ് മീറ്റിന് അതിലെ ആക്ടർ സെഗിയെ പറ്റിയും കൂടെയുള്ള ആക്ട്രസിനെ പറ്റിയും സംസാരിച്ചത് സെഗിക്ക് ഇഷ്ടപ്പെടത്തില്ല. അവളുടെ സ്വഭാവത്തിന് അവൾ മിണ്ടാതിരിക്കത്തില്ലല്ലോ. ലൈവ് ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു, അതൊന്നും നോക്കാതെ ആക്ടറോട് അവൾ തിരിച്ചു പറയും. അങ്ങനെ സെഗി ട്രെൻഡിങ് ലിസ്റ്റിലൊക്കെ വരും. മൂമി മാറിയെന്ന് അവളെ വഴക്ക് പറയും. ലൈവ് ബ്രോഡ്കാസ്റ്റ് ഒന്നും അറിയത്തില്ലായിരുന്നോ, ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നോ എന്നൊക്കെ. ഇവള് മോഡൽ ആയതുകൊണ്ട് തന്നെ ഡോജയുടെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസസ് ഒക്കെ അന്നേരത്തേക്ക് താഴേക്ക് പോകും. ഗ്രാൻഡ് ഫാദർ വിളിച്ച് ചോദിക്കും എന്താണ് പ്രശ്നം എന്ന്. ഈ ഇന്റർവ്യൂ ഡോജയും കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ഇത് പ്രതീക്ഷിച്ചതായിരുന്നു. കുറച്ചു നേരം കഴിയിട്ട് അത് ശരിയായിക്കോളും, അല്ലെങ്കിൽ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഡോജയെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കും. സെഗി വേറൊരു ആക്ടറുമായിട്ട് റിലേഷനിലാണെന്നൊക്കെ റൂമർ വരും. ഡോജ അതിനെപ്പറ്റി ചോദിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ റൂമേഴ്സ് ഒക്കെ വരും, അതൊന്നും വിശ്വസിക്കാനായിട്ട് പാടില്ല എന്ന് വെച്ചിട്ട് സെഗി കാണിച്ചു കൊടുക്കും. അത് അവള് ട്രാൻസ്ഫോം ചെയ്തിരുന്ന രൂപമായിരുന്നു. സെഗിയും സേറയും കൂടെ മീറ്റ് ചെയ്യും. സേറ അവളോട് പരാതി പറയാനാണ് വിളിക്കുന്നത്. ഞാൻ എപ്പോഴും ജോലി ചെയ്യുന്നത് കൊണ്ട് ഇൻഹോ എന്നെ വിളിക്കാറില്ല, ജോലി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യും, അത്രയും കൺസിഡറേറ്റ് ആണ്, അത് എന്നെക്കാട്ടിൽ ഇളയതായതുകൊണ്ടാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ബ്രാഗ് ചെയ്യാനായിട്ടാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ചോദിക്കാൻ കൂട്ടുകാരൊന്നും ഇല്ല എന്ന് സേറ പറയും. ജെന്യൂൻ ആയിട്ടാണ് അവൾ വിളിച്ചതെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കിനും അവളുടെ പരാതികളൊക്കെ സെഗി കേൾക്കും. പിന്നെ എല്ലാവരെയും നോക്കി ചിരിക്കും എന്നൊക്കെ പറയും. അവൻ അങ്ങനെ തന്നെ ആയിരുന്നു, കൈൻഡ് ആയിരുന്നു, എല്ലാവരോടും നന്നായിട്ടാണ് പെരുമാറുന്നത്, അവൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് സെഗി പറയും. എങ്കിലും അവൻ ഈ കാണിക്കുന്നത് ശരിയല്ല, ഞാൻ ചോദിക്കാമെന്ന് പറയും. വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മ എടുത്ത് പറഞ്ഞിട്ട് ഇൻഹോ വരുമ്പോൾ രണ്ടുപേരും അവനെ വഴക്ക് പറയും. സേറയ്ക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം ഇനി പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറയും. ഇൻഹോ വീണ്ടും കോളേജിൽ ചേർന്നു. അവൻ ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. അന്നേരം ഒരു പെൺകുട്ടി വന്നിട്ട് പേന താഴെ പോയി എന്ന് പറയും. അവൻ വിചാരിക്കും അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം എനിക്കൊരു ഗേൾ ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത് അതിനോട്. ശരിക്കും അവൻ്റെ പേന കയ്യിൽ താഴെ പോയായിരുന്നു. ഈ ഇൻട്രാക്ഷൻ ഒക്കെ കണ്ടുകൊണ്ടാണ് സേറ വരുന്നത്. സേറ കാണുമ്പോൾ ഒരു പയ്യൻ ചെന്നിട്ട് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് ഇൻഹോ തിരിഞ്ഞു നോക്കുമ്പോൾ സേറയെ കാണും. ചെന്നിട്ട് ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയും. ഇൻഹോയെ കാണുമ്പോൾ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. കാരണം അവരുടെ കോളേജിലെ ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള സീനിയർ ആയിരുന്നു ഇൻഹോ. ഇൻഹോയെ തിരിച്ചു കൊണ്ടുവിടുന്നത് സേറയാണ്. ഇപ്പം ഇത്രയും ബിസി ആയിട്ടുള്ള ആളെ എന്നെ കൊണ്ടുവിടാനായിട്ട് വരേണ്ട കാര്യമില്ല എന്ന് ഇൻഹോ പറയുമ്പോൾ എനിക്കിത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് സേറ പറയും. എന്നിട്ട് ഓടിച്ചുകൊണ്ട് വന്ന കാറ് ഇൻഹോയ്ക്ക് കൊടുക്കും. ഗ്രാൻഡ് ഫാദർ എനിക്ക് വേറെ കാറ് തന്നിട്ടുണ്ട്, എനിക്കതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല, ഇൻഹോയ്ക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ ഇത്ര ജനറസ് ആണോ എന്ന് ആലോചിച്ചിട്ട് ഇൻഹോയ്ക്ക് അത്ഭുതമാണ്. ട്രാൻസ്ഫോം ചെയ്ത സെഗിയുടെ കൂടെ നിൽക്കുന്ന ഡോജയെ കാണുമ്പോൾ ജൂഹാൻ തെറ്റിദ്ധരിക്കും. വേറെ ആരോ ഡോജയെ ഡേറ്റ് ചെയ്യുകയാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഡോജ അടുത്ത് ചോദിക്കും. ഇപ്പം പറയാൻ പറ്റത്തില്ലല്ലോ അവന്. അങ്ങനെയൊന്നും അല്ല എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ജൂഹാൻ വിശ്വസിക്കുന്നില്ല. അന്നേരം തന്നെ വന്ന് ഭൂമിയെ കാണും. ആദ്യം ചീറ്റ് ചെയ്തത് ഡോജയാണ്, ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയും. ഇപ്പൊ ട്രാൻസ്ഫോം ചെയ്ത് സെഗിയാണെന്ന് ഭൂമിക്ക് അറിയാം. അവൾ ഫീച്ചേഴ്സ് ഒക്കെ പറയുമ്പോൾ അത് തന്നെയാണെന്ന് മനസ്സിലാവും. ഇവരോട് എങ്ങനെയാണ് പറയുന്നത്, പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആദ്യം ഡോജയാണ് ചീറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം സെഗിക്കും പുതിയ ബോയ് ഫ്രണ്ട് ആയെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഭൂമി ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അപ്പൊ എനിക്കൊരു പ്ലാൻ ഉണ്ട്, നമുക്ക് അടുത്തത് അത് ചെയ്യാം, അതാവുമ്പോഴത്തേക്കിനും രണ്ടുപേരുടെയും തെറ്റിദ്ധാരണയൊക്കെ മാറി രണ്ടുപേരും കൂടി ഒരുമിക്കുമായിരിക്കും, അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ജൂഹാൻ പറയും. ഭൂമിക്ക് സമ്മതിക്കേണ്ടി വരും. ജൂഹാന്റെ ഹൗസ് വാമിംഗ് പാർട്ടിക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കുകയായിരുന്നു അവന്റെ ഐഡിയ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഭൂമി എന്നോട് ചോദിക്കും, മനഃപൂർവ്വം എല്ലാവരുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു ഹൗസ് വാമിംഗ് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തത്, മറ്റേതൊക്കെ വെറുതെ പറഞ്ഞതല്ലേന്ന് ചോദിക്കും. സേറയുണ്ട്, സെഗിയുണ്ട്, ഇൻഹോ ഉണ്ട്, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമി
അവളുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും കാർഡ് കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യും. നീ ഫേക്ക് മാരേജ് ആണോ ഉദ്ദേശിക്കുന്നത്, ശരിക്കും നിന്റെ കല്യാണമാണോ എന്നൊക്കെ ഇൻഹോ ചോദിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു പോക്കില്ല എന്നും അവളോട് പറയും. അങ്ങനെയൊന്നും പറയരുത്, ഭൂമിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് സേഗി പറയും. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ജൂഹാൻ ഒരു ചെറിയ സങ്കടമുണ്ട്. ജൂഹാൻ എന്താണ് ഈ പറയുന്നതെന്ന് ഇൻഹോ ചോദിക്കുന്നുണ്ട്. അപ്പം ട്രാൻസ്ഫോം ചെയ്ത സേഗിയുടെ കൂടെ കണ്ട കാര്യമാണെന്ന് ഡോജെ പറയും. ഓ അതായിരുന്നോ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പഴയതുപോലെ എല്ലാ മാസവും ട്രാൻസ്ഫോം ചെയ്യുന്നില്ലല്ലോ, 2-3 മാസം കൂടുമ്പോഴാണല്ലോ എന്ന് ഇൻഹോ പറയും. എന്താ കാര്യം എന്ന് ജൂഹാൻ മനസ്സിലാകത്തില്ല. അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും സേഗിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. പക്ഷെ രണ്ടുപേരും കുടിച്ചിട്ട് ബോധമില്ലാതെ ഓരോന്ന് സംസാരിക്കുകയാണെന്നാണ് ജൂഹാൻ വിചാരിക്കുന്നത്. സേറ അടുത്ത ദിവസം ഇൻഹോയെ കോളേജിൽ കൊണ്ടുവിടും. ഇറങ്ങി കഴിഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്, ഒരു പെൺകുട്ടി വന്നിട്ട് അവൻ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കും. ഇത് കണ്ടുകൊണ്ട് അവൾ തിരിച്ചു വന്ന് വണ്ടി കയറാൻ പറയും. ആ ഡ്രിങ്ക്സ് അവിടെ വെച്ചിട്ട് വന്നാൽ മതി എന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് അന്നേരം തന്നെ ഇൻഹോയുടെ വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് നിങ്ങളുടെ മോനെ എനിക്ക് തരാമോ എന്നാണ് അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രണ്ടുപേർക്ക് മനസ്സിലാവും ഇവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന്. അപ്പൊ ആരാ എന്താണെന്ന് അറിയാതെ എങ്ങനെയാ എന്താ ചെയ്യുന്നതെന്ന് അച്ഛൻ ചോദിക്കും. ഞാനൊരു ബിസിനസ് ഫാമിലിയിലെയാണ്, കോടീശ്വരിയാണെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാവും. നിങ്ങളുടെ മോനെ എനിക്ക് തന്നാൽ മതി, ഞാനെല്ലാം നോക്കിക്കോളാം, ഇൻഹോ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഞാൻ കല്യാണ ചെറുക്കനായിക്കോളാം, ഇൻഹോയെ ബ്രൈഡായിട്ട് എനിക്ക് തന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇവളുടെ സംസാരം കേൾക്കുമ്പോൾ ആർമിൻ അങ്ങ് ഇഷ്ടപ്പെടും. അപ്പം എനിക്ക് സമ്മതമാണെന്ന് ഇൻഹോ പറയും. അച്ഛനും അമ്മയ്ക്കും സന്തോഷമാവും. ഇത്രയും ഭംഗിയുള്ള ഇൻഹോ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്ന് ചോദിക്കുന്നതെന്നാണ് സേറ അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തും പറയുന്നത്. സേറ തിരിച്ച് ഓഫീസിൽ വരുമ്പോൾ അവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ പൂക്കൾ അവിടെ ഇരിക്കുന്ന കാണും. അന്നേരമാണ് ഓർമ്മ വരുന്നത് സന്തോഷം നിന്നെ തേടി എത്തും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അച്ഛൻ പറഞ്ഞത്. അന്നേരം തന്നെ അവൾ പ്രാർത്ഥിക്കും ദൈവത്തോട്, നന്ദി പറയുക ആദ്യം, ഇൻഹോയെ എനിക്ക് തന്നതിന് നന്ദി, എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി, ഞാൻ പറഞ്ഞത് എന്തായാലും എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. ഷെയ്യുടെ പുതിയ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഒരു കോഫി ട്രക്ക് കൊടുത്തയക്കും ഡോജെ. അപ്പൊ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് സെഗിയുടെ ബോയ് ഫ്രണ്ട് ഡോജയുടെ കയ്യിൽ നിന്നാണെന്ന്. അത് കാണുമ്പോൾ സെഗിക്ക് സന്തോഷമാണെങ്കിലും ഇത് കുറച്ച് ഓവറല്ലേ എന്ന് ഭൂമി ചോദിക്കും. ഡോജെ ഓഫീസിലിരുന്ന് സെഗിയുടെ പഴയ രൂപങ്ങൾ ഇങ്ങനെ പലതും വരച്ചു വെച്ചിരുന്നത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സെഗിയുടെ കോള് വരും, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട്. അവളൊരു ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഒരു അമ്മൂമ്മ ക്രോസ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്നത് കാണും. ഇറങ്ങി ചെന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. കാരണം അവള് വയസ്സായ ലേഡിയായിട്ട് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവൾക്ക് അന്നേരം ഓർമ്മ വന്നു. ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആ അമ്മൂമ്മ അവളോട് പേര് ചോദിക്കും. 2 പ്രാവശ്യം പേര് പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവൾ നടിയാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നേരമാണ് അവൾ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ ഇത്രയും കാലം ട്രാൻസ്ഫോം ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം ഓരോ പ്രാവശ്യവും ട്രാൻസ്ഫോം ചെയ്യുമ്പോഴും അവൾ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിക്കും അവളുടെ തന്നെ സ്വഭാവമായിരുന്നു. എന്നിട്ടും പല രൂപങ്ങളിലേക്ക് മാറിയപ്പോൾ സ്വയം വെറുക്കുകയാണ് അവൾ ചെയ്തത്. ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എന്നെ തന്നെ വെറുക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഞാൻ മാറിയതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് എന്നെ സ്നേഹിച്ചു തുടങ്ങണം, ഡോജയെയും സ്നേഹിക്കണം എന്നാണ് അവൾ മനസ്സിൽ വിചാരിക്കുന്നത്. ഡോജയും കൂട്ടി സേഗി പോകുന്നത് ക്യാൻസിലേക്ക് പോകാനായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ടാണ്. റെഡ് കളറിലെ ഡ്രസ്സാണ് അവൾ സെലക്ട് ചെയ്യുന്നത്. ഡോജെ അവിടുന്ന് സേഗിയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലും. പ്രപ്പോസ് ചെയ്യാനായിട്ടെല്ലാം റെഡി ആയിട്ട് വെച്ചേക്കുവാണ്. അവൻ റിംഗ് കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കും, നമ്മൾ ഒന്നിച്ച വയസ്സാകുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിയായിട്ട് ട്രാൻസ്ഫോം ചെയ്താൽ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലെന്ന് ഉറപ്പാണ്. അതല്ലെങ്കിൽ ഒരു ദിവസം സേഗി വയസ്സായ ഒരു ആരെങ്കിലും ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുവാണെങ്കിൽ സ്വയം ഓടി ഒളിക്കത്തില്ലെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കും. സേഗി ഉറപ്പാണെന്ന് പറയുമ്പോഴാണ് അവൻ റിംഗ് കൊടുക്കുന്നത്. ക്യാൻസലൊക്കെ പോയി ഇനി വേറെ ആരെങ്കിലും കണ്ടാലോ, അപ്പോൾ ഓൾറെഡി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ വേറെ ആരെയും നോക്കത്തില്ലല്ലോ എന്ന് കളിയായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ബീച്ചിലേക്ക് പോകും. അപ്പോൾ സേഗി ചോദിക്കും, എങ്ങനെയാണ് ഓപ്പറേഷന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ തന്നല്ലോ, അതിൽ എന്നെ റെക്കഗ്നൈസ് ചെയ്തല്ലോ, എങ്ങനെയാണ് അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ വീട്ടിൽ വേറെ കുറേ ഫോട്ടോസ് കണ്ടായിരുന്നു, അപ്പോൾ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് സേഗി നിൽക്കുന്ന വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓഫീസിൽ വന്നപ്പോൾ ലിഫ്റ്റിൽ വെച്ച് എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുന്നുണ്ടേ, അവിടെ എൻ്റെ കൂടെ ലിഫ്റ്റിൽ വേറെ ആരും കയറത്തില്ലായിരുന്നു, അങ്ങനെ റെക്ലെസ് ആയിട്ട് എൻ്റെ അടുത്ത് അന്ന് ബിഹേവ് ചെയ്യാൻ സേഗി മാത്രമേ സാധ്യതയുള്ളൂ എന്നറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു ഊഹം വെച്ചിട്ട് പറഞ്ഞതാണെന്ന് പറയും. സേഗി ബീച്ചിലൂടെ നടക്കുമ്പോൾ ഡോജയെ പുറകെ വിളിച്ചിട്ട് അവളെ ഇഷ്ടമാണെന്ന് പറയും. അവളെ നേരം തിരിഞ്ഞ് ഡോജയുടെ അടുത്തേക്ക് നടന്നു വരും. അപ്പം അവളുടെ പല പല രൂപങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് ഡോജയ്ക്ക് തോന്നും. അതെല്ലാം സേഗി തന്നെയാണ് എന്ന് അവനിപ്പോൾ അറിയാം.
അടുത്ത് വന്നിട്ട് അവളും റോജയെ ഇഷ്ടമാണെന്ന് പറയും. അതിനുശേഷം രണ്ടുപേരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. അവിടെയാണ് ഡ്രാമ തീരുന്നത്.